ஆருயிரே பார்த்ததாரும் இல்லையே புலரும் காலை பொழுதை முழுமதையும் பிரிந்து போவதில்லையே நேற்று வரை நேரம் போதவில்லையே உனதருகே நேரம் போதவில்லையே எதுவும் பேசவில்லையே இன்று ஏனோ எதுவும் தோன்றவில்லையே இது எதுவோ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷം എല്ലാവരും ഒന്നിച്ചു കൂടിയ ഒരു ദിവസമാണ് കേട്ടോ. വേറൊന്നുമല്ല, ഇന്ന് നമ്മുടെ സായിവൻ ചേട്ടൻ്റെ രണ്ടാമത്തെ മകൻ്റെ ആദ്യ കുർബാനയുടെ റിസപ്ഷൻ ഉള്ള ദിവസമാണ് കേട്ടോ. രാവിലെ ആദ്യ കുർബാന കഴിഞ്ഞു, വൈകുന്നേരമാണ് അതിൻ്റെ പരിപാടിയും കാര്യങ്ങളും. റിസപ്ഷൻ അല്ല, എൻ്റെ ഒരു ഫംഗ്ഷൻ. അപ്പോൾ അങ്ങനെ അതിനു വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ നമ്മൾ റോഡിൽ ഇറങ്ങിയപ്പോൾ എവിടെ നോക്കുമ്പോഴും ബ്ലോക്ക്. എന്താണെന്നറിയില്ല, വട്ടം കറങ്ങി ഞങ്ങളെന്തോ എറണാകുളത്ത് ചെന്നൊരു പെട്ട പ്രതീതിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കുരിയച്ചിറ ഭാഗത്തായിരുന്നു കേട്ടോ ഹാള് വന്നിരുന്നത്. അപ്പോൾ ദേ നമ്മുടെ റെനീഷേട്ടനും മോനുമാണ്, ഫാമിലി മുകളിലുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവർ രണ്ടുപേരെയും കണ്ട ഒരേ ഷേപ്പായിട്ടോ. ഭയങ്കര എന്താ പറയുക, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഫാമിലി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റെനീഷേട്ടൻ്റെയും ഫാമിലി, പ്രത്യേകിച്ച് വൈഫിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ സാൽവിൻ അവനെ വീട്ടിൽ വിളിക്കുന്നത് മിട്ടു ആണോ, മിട്ടു, ഞാൻ അവനെ മിട്ടു മിട്ടു എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അങ്ങനെ ദേ ഞങ്ങൾ ആദ്യം കയറി, ഡോൺ ചേട്ടനും ആൻസനും പുറകെ വരുന്നുള്ളൂ കേട്ടോ. എല്ലാവരും ബ്ലോക്കിൽ പെട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കുറച്ച് ഡിലേ ആയിട്ടാണ് ഫംഗ്ഷൻ തുടങ്ങിയത്. അല്ലെങ്കിൽ 7 മണിക്ക് തുടങ്ങേണ്ട പരിപാടിയായിരുന്നു. ചെറുതായിട്ടൊന്ന് 8 മണി ആക്കി കേട്ടോ. കാരണം എല്ലാവരും ബ്ലോക്കിൽ, നമ്മൾ നിന്ന പോലെ തന്നെ എല്ലാവരും ബ്ലോക്കിൽ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഡോൺ ചേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്ന ഗിഫ്റ്റ് ദേ ചാക്കോ തോമുക്കുട്ടൻ കൊടുക്കാൻ പോയിട്ടുണ്ട്. ഡിമ്പിൾ വാങ്ങിച്ചത് ഡിമ്പിൾ ദേ പാച്ചുവിനെ കൊണ്ടാണെന്ന് തോന്നുന്നു കൊടുപ്പിച്ചതെന്ന് തോന്നുന്നു. അങ്ങനെയാണ്, നല്ല നല്ല അടിപൊളി സ്റ്റേജ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇവരുടെ ഡ്രസ്സിങ്ങും ഒക്കെ, അവരല്ലെങ്കിൽ തന്നെ എന്ത് പരിപാടിയാണ് ഭയങ്കര വെൽ ഡ്രസ്ഡ് ആയിട്ടാണ് പോവുക. പിന്നെ അവരുടെ വീട്ടിലെ കൂടെ പരിപാടി ആയതുകൊണ്ട് എനിക്ക് ആൻസിയുടെ എല്ലാ ആക്സസറീസ് ആയിക്കോട്ടെ, സാരി ആയിക്കോട്ടെ, ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഫുഡായാലും നല്ല ഫുഡായിരുന്നു. കുറേ അങ്ങ് വാരി വലിച്ച് വെക്കാണ്ട് പക്ഷെ ഉള്ള സാധനം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദേ പരിപാടിയൊക്കെ തുടങ്ങാൻ പോവാണ്. അപ്പം ദേ നമ്മുടെ റിജോ ചേട്ടൻ്റെ അപ്പച്ചനും അമ്മച്ചിയും വന്നിട്ടുണ്ട്. നമ്മുടെ റോസ് കുട്ടി വരുന്നുണ്ട്, റോസ് കുട്ടി. അപ്പോൾ ദേ ഇങ്ങനെ ചിരിച്ചിങ്ങനെ നിൽക്കും കേട്ടോ. നിന്നെ കാണാനില്ലല്ലോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അങ്ങനെ ഒരു കുറച്ച് ആൾക്കാർ വന്നപ്പോഴത്തേക്കിനും ഒരു ഫംഗ്ഷൻ അങ്ങ് തുടങ്ങി. കാരണം നമ്മളിപ്പോൾ ഓരോ ഹാൾ എടുക്കുമ്പോൾ അതിൻ്റെതായ ഇത് കാണുമല്ലോ. അങ്ങനെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അവിടെ ടൈം റെസ്ട്രിക്ഷൻസ് നമുക്കെടുത്തപ്പോൾ അങ്ങനെയായിരുന്നു. ഇനി ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ദേ ഡിമ്പിൾ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ പാച്ചു തോമു ഡിമ്പിളിൻ്റെ പുറകെയാണ് കേട്ടോ. അപ്പോൾ മടിയിലിരിക്കാൻ പോകുമ്പോൾ പാച്ചുവിന് പൊതുവേ ഡിമ്പിളിൻ്റെ മടിയിലും ഡാഡിയുടെ മടിയിലും വേറൊരാൾ ഇരിക്കുന്നത് ഇഷ്ടമില്ല. പക്ഷേ അവൻ എല്ലാവരുടെ മടിയിലും കയറിയിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഡിമ്പിൾ വിഷമിപ്പിക്കാണ്ട് കൂടെ കയറ്റി ഇരുത്തും കേട്ടോ. അപ്പം നമ്മുടെ ചാക്കോ എന്ത് ചെയ്യുന്നില്ല, ദേ ഇരിക്കുന്നു ആകാശത്ത് അപ്പയുടെ കൂടെ. കാരണം ഇങ്ങനെ പിരിപിരാന്ന് ഇങ്ങനെ ആക്റ്റീവായിട്ട് കിടക്കുക. കാരണം ഉറങ്ങിയിട്ടില്ല ഉച്ചയ്ക്ക്. അതുകൊണ്ട് തന്നെ ഉറക്കം വന്നിട്ട് വയ്യാത്തതിൻ്റെ അഹങ്കാരവും ചൊറിച്ചിലും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എന്താ പറയുക, അവിടെ തട്ടി ഇവിടെ തട്ടി ഇങ്ങനെ. പിന്നെ കുറേ നാൾ കൂടി എല്ലാവരെയും കണ്ടു, വർത്താനമൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ദേ ചാക്കോ വേറെ വൈബിലായിരുന്നു. ഈ ട്രൗസർ സൈമൺ ചേട്ടൻ നമ്മുടെ സാമുലേട്ടൻ വന്നപ്പോൾ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ആ ട്രൗസറാണ്. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേ രണ്ടുപേരുടെയും പേരൻസ് വന്നിട്ടുണ്ട്. സൈമൺ ചേട്ടൻ്റെ അമ്മയാണ്, ആൻസി ചേച്ചിയുടെ അപ്പച്ചനും അമ്മച്ചിയാണ് ആ നിൽക്കുന്നത് കേട്ടോ. സിസ്റ്റർ ഉണ്ട്. സൈമൺ ചേട്ടൻ്റെ വീട്ടിൽ എനിക്കൊന്ന് 10 മക്കളെങ്ങാണ്ട് അവർ. അങ്ങനെ എന്താ പറയുക, കേക്ക് കട്ടിങ്ങും ക്യാൻഡിൽ ലൈറ്റിങ്ങും ഒക്കെ വളരെ ഭംഗിയിൽ കഴിഞ്ഞു. ഇന്ന് തൃശ്ശൂർ നല്ല മഴയായിരുന്നു കേട്ടോ. ഇത്രയും ദിവസം എറണാകുളത്തും കോട്ടയത്തും ട്രിവാൻഡ്രത്തും ഒക്കെ മഴ കിട്ടിയെങ്കിലും നമ്മുടെ തൃശ്ശൂർ അങ്ങനെ മഴക്കാറുണ്ടായിരുന്നെങ്കിലും മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ വിഷമമൊക്കെ ഇന്ന് കഴിഞ്ഞു കേട്ടോ. നല്ലൊരു പെരുമഴ വന്നിട്ടുണ്ട്. ഇവിടെ മറ്റേ സ്റ്റോൺ പേപ്പർ സിസേഴ്സ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാക്കോയ്ക്ക് ഇപ്പം തോമുവിനെ മറിച്ചിടുക, തള്ളിയിടുക, അവനെ അടിക്കുക, ഇതാണ് മെയിൻ ജോലി കേട്ടോ. തോമു മാക്സിമം നീ എന്തെങ്കിലും കാണിക്കും, ഞാനവിടെ ലാസ്റ്റ് എനിക്ക് അടി കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പം ചാക്കോൻ്റെ രീതിയിൽ അഭിനയങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ പുതിയൊരു പാട്ടില്ലേ, സിക്കിന് വരാൻ, ആ പാട്ടിൻ്റെ സ്റ്റെപ്പാണ് കേട്ടോ കളിക്കുന്നത്. എന്നാണ് അവൻ പറയണത്. അപ്പോൾ ദേ ആങ്ങളെയും പെങ്ങളും കഠിനമായ വർത്തമാനത്തിലാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ആൻസർ വന്നിട്ടുണ്ട്. ഒരു ഷോർട്ട്
ഊട്ടി ട്രിപ്പ് പോവാന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പെട്ടെന്നുണ്ടായ ഒരു ഡിസിഷനാണ്. അപ്പോൾ പിന്നെ എവിടെ പോണം, എന്ത് പോണമെന്ന് അവിടുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പോൾ തൊട്ടാണ് ആലോചിച്ചത്. അതുവരെ വലിയ വലിയ ആലോചനകളില്ലായിരുന്നു. കാരണം പോവോന്നുള്ളത് നമ്മൾ കൺഫേം ആക്കുന്ന ലാസ്റ്റ് മിനിറ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഷോർട്ടായിട്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ കാരണം ആൻസിഡൻറ്റ് നാളെ തിരിച്ചു പോവുകയും വേണം. അങ്ങനെ നമുക്ക് വാൽപ്പാറയിൽ പോവാന്ന് കുറേ നാളായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നെങ്കിലും പറ്റാറുണ്ടായില്ല. അപ്പോൾ നാളെ എന്നാൽ പോയിട്ട് വരാം. വെളുപ്പിനെ ഇവിടുന്ന് പോണമെന്ന് 2 കാരണവന്മാരും അതായത് ഡോൺ ചേട്ടനും ആൻസൺ ചേട്ടനും പറഞ്ഞിട്ടുണ്ട്. എന്നാലേ ഫോറസ്റ്റിൽ കൂടെ പോവാൻ ഒരു സുഖമുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ എന്താ പറയുക, ആൻസി ചേട്ടൻ ഭയങ്കര ഹെൽത്തി ഫുഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. വേറെ ആർക്കുമല്ല, പിള്ളേർക്കാണ്. ഞാൻ പറഞ്ഞു തന്നെ കഴിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ എന്താ പറയുക, ആൻസി ചേട്ടനും സൈമണും ഭയങ്കര കാര്യമായ ചർച്ചയിലാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എടുത്ത ഫോട്ടോസാണ് കേട്ടോ. അവരുടെ ആങ്ങളുടെയും പെങ്ങളുടെയും ഫോട്ടോസ്. ഡോൺ ചേട്ടൻ ചിരിക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞ് ചിരിപ്പിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഇതേ ഒരു ഫോട്ടോ ബൂമർ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതേ പിള്ളേരും ഒക്കെ ആയിട്ട് നല്ല മഞ്ഞ കസേര എനിക്കിഷ്ടമായി. ദേ ഇവിടെ അപ്പനും മോനും പോസ് ചെയ്യുന്നുണ്ട്. പാച്ചുവിന് അപ്പോൾ പറഞ്ഞാൽ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യും കേട്ടോ. ഇല്ലെങ്കിൽ എൻ്റെ തൊണ്ടയിലെ വെള്ളം പറ്റിച്ചിട്ട് ഞാനൊരു ഫോട്ടോയ്ക്ക് നിർത്താം. അങ്ങനെ അവരുടെ കുറച്ച് ഫോട്ടോസ് എടുത്തു. ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഞാൻ എൻ്റെ കെട്ടിയവനായിട്ട് ഇന്ന് ഫോട്ടോ എടുത്തത്. ഞങ്ങൾ പിന്നെ അങ്ങനെയാണല്ലോ. ഞങ്ങൾ ഫോട്ടോസ് ഒന്നും എടുക്കാറില്ല. ഡോൺ ചേട്ടന് മടിയാണ്. ഇപ്പൊ പിന്നെയും ഒരു ഇതുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെ പറഞ്ഞില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ പിടിച്ച് നിർത്തി ഫോട്ടോ എടുത്ത് ഡാഡി ഉണ്ട് കേട്ടോ. നമ്മളോട് ഡാഡി വന്നിരുന്നു. ഇവരെയൊക്കെ പിടിച്ച് നിർത്തിയെങ്കിലും ഇപ്പൊ വീഡിയോ കണ്ടപ്പോഴാണ് ആലോചിക്കുന്നത് ഞാൻ എന്തൊരു മന്ദബുദ്ധി, ഒരു സെൽഫി പോലും എടുത്തില്ലല്ലോ. നമ്മുടെ കാര്യമൊന്നും നോക്കാൻ ആരുമില്ലെന്ന് എന്താ ചെയ്യപ്പോ. അങ്ങനെ ദേ പാട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞപ്പോൾ പാട്ട് വന്നു തുടങ്ങി. പാട്ട് വന്നു തുടങ്ങിയപ്പോൾ തോമപ്പോൾ ആദ്യമേ കഴിച്ചിട്ട് അവന് കഴിക്കുന്നതായ കാര്യങ്ങളൊക്കെ എടുത്ത് കഴിച്ച് അവൻ അവസാനിപ്പിച്ചു കേട്ടോ. അപ്പം വേഗം ഡാൻസ് കളിക്കാമല്ലോ. അങ്ങനെ ദേ ജിപ്സി ചേച്ചി വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ റനീഷേട്ടൻ്റെ ഫാമിലി. അവർ 2 മക്കള്, ചേച്ചി. അവർ കുറേ നാളായിട്ട് വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവരൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഞാൻ പോയിട്ടില്ല കേട്ടോ. കാരണം ഞാൻ അന്ന് കൺസീവ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ വീട്ടിലായിരുന്നു, പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ദേ പിള്ളേരെല്ലാം സ്റ്റേജിൽ കയറി കളിയും ബഹളവും ഒക്കെ തുടങ്ങി കേട്ടോ. അങ്ങനെ എന്താ പറയാ, ഇത് നമ്മുടെ ആൻസി ചേച്ചിയുടെ സിസ്റ്ററിന്റെ കുട്ടിയാണ് കേട്ടോ, സേറ. ഇത് ആൻസി ചേച്ചിയുടെ ചെറിയ ആളാണ് കേട്ടോ. നമ്മുടെ ചാക്കോച്ചനായിട്ട് ഒരു 1 വീക്ക് ഡിഫറൻസിൽ ഞങ്ങൾ ഡെലിവറി ചെയ്ത ആൾക്കാരാണ് കേട്ടോ. ഒരേ ടൈമിൽ കൺസീവ് ആവുക ഒക്കെ ആയിരുന്നു. അങ്ങനെ ദേ സെലിൻകുട്ടി ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. സെലിൻകുട്ടിയുടെ ഫേവറേറ്റ് ആണ് സേറ. പിന്നെ നമ്മളെ കണ്ടങ്ങനെ പരിചയമില്ലാത്തതുകൊണ്ട് എന്നെ ഇറക്കി വിടൂ എന്ന് പറഞ്ഞിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആയിരുന്നു കേട്ടോ കുട്ടിക്ക്. നീ എന്നെ ഇറക്കി വിടറി, ഞാൻ പോട്ടടി പോട്ടടി എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. കാരണം സേറ ചേച്ചി പൊക്കോണ്ടിരിക്കുകയായിരുന്നു. ഡോൺ ചേട്ടൻ പൊതുവെ പെൺപിള്ളേരെ ഇഷ്ടമാണ്. പിന്നെ ഇവള് അടുക്കോ ഇല്ലയോ എന്നുള്ളൊരു സംശയം കാരണം. പക്ഷെ ഡോൺ ചേട്ടൻ പിന്നെ എടുത്തു കേട്ടോ. ആദ്യം വിളിച്ചപ്പോൾ അവള് വരാത്തപ്പോൾ പിന്നെ ഡോൺ ചേട്ടൻ അങ്ങ് വിട്ടു. പിന്നെ ഞാൻ പറഞ്ഞു താൻ എടുത്തോടോ, അതിനിപ്പോൾ എന്താ, എടുക്ക്, അവള് ചാടിയൊന്നും പോവില്ലല്ലോ. അങ്ങനെ ദേ എടുത്ത് ദേ തൂമൂനാണെങ്കിൽ വീട്ടിൽ നിന്ന് പോകുമ്പോൾ തൊട്ട് സെലിനെ കാണാനുള്ള ഒരു പൂതിയിലാണ് പോയത്. പക്ഷെ അവള് വന്ന് നമ്മുടെ അടുത്ത് അങ്ങനെ അടുക്കുണ്ടായിരുന്നില്ല. സേറ ഉള്ളതുകൊണ്ട് സേറയുടെ കൂടെ ആയിരുന്നു. പിന്നെ ദേ പോവാറായപ്പോഴാണ് സെറ്റായത്. പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മൾ വേഗം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കൂടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വന്നു കേട്ടോ. നല്ലൊരു പരിപാടിയായിരുന്നു. എന്താ പറയാ, അവര് നല്ല രീതിയിൽ സംസാരിക്കും കേട്ടോ. ആൻസി ആയിക്കോട്ടെ, സൈമൺ ചേട്ടനായിക്കോട്ടെ, എല്ലാവരും ഭയങ്കരമായിട്ട് വർത്താനം. പിന്നെ നമുക്ക് കോമൺലി അറിയാവുന്ന കുറേ പേരുണ്ടായിരുന്നു. സോ അവരൊക്കെ ആയിട്ട് സംസാരിച്ച് ദേ നമ്മുടെ, ഞാൻ പറഞ്ഞു നീലക്കുയിലാന്ന് പറഞ്ഞ് ഞാൻ സംസാരിച്ചതാണ് കേട്ടോ. അപ്പൊ ദേ രണ്ടും കൂടെ തോളത്ത് കൈയിട്ട് നിൽക്കുന്നുണ്ട്. എന്തിനാന്ന് എനിക്കറിയില്ല. കാര്യമായ കാര്യം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാരും വന്നിട്ട് ബ്ലോക്കിന്റെ കാര്യമാണ് കേട്ടോ. ബ്ലോക്ക് ഉണ്ടായിരുന്നോന്ന് ചോദിച്ചപ്പോൾ അയ്യോ ദേ ബ്ലോക്ക്. ആ ബ്ലോക്കിന്റെ തലവേദനയാണ് കേട്ടോ കണ്ടത്. കാരണം അമ്മാതിരി ബ്ലോക്കായിരുന്നു. ഇത് തൃശ്ശൂരിൽ കൂടെ ഈ ഒരു എന്താ പറയാ ഒരു 7 മണിക്ക് സഞ്ചരിച്ചവർ കമന്റ് ചെയ്യുക കേട്ടോ. ബ്ലോക്ക് ഉണ്ടായിരുന്നു, ഏതൊക്കെ വശത്ത് ബ്ലോക്ക് നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളത് പറഞ്ഞോളൂ കേട്ടോ. അങ്ങനെ നമ്മളെല്ലാരും അവിടെ യാത്ര പറഞ്ഞിട്ട് നമ്മളത് ഇറങ്ങി കേട്ടോ. അതെ, പിള്ളേർ അവിടെ ഇവിടെ നടക്കുകയാണ്. അതിനിടയ്ക്ക് ആൻസിൻ്റെ കൂടെ പിടുത്തം വെക്കുന്നുണ്ട്. ആകെ മൊത്തം ജഗപൊകയാണ്. അപ്പം മമ്മി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അതെ ഞങ്ങളിങ്ങനെ നീലക്കുയിലിനെ കളിയാക്കി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കളിയാക്കി നമ്മൾ വീഡിയോ എടുക്കില്ലേ. അങ്ങനെ ദേ വീട്ടിൽ വന്നപ്പോൾ മമ്മി പിള്ളേർക്ക് സർപ്രൈസ് ആയിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചധികം മമ്മി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ മമ്മി പറഞ്ഞു ഇന്ന് ആദ്യമേ എടുത്തോളാൻ പറഞ്ഞു. കാരണം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കിട്ടിയില്ല. സംഭവം ഞാനാണ് മിക്സിക്കകത്തിട്ട് അടിച്ചൊക്കെ കൊടുത്തെങ്കിലും എനിക്ക് കിട്ടിയില്ല. പിള്ളേരത് അടിച്ചു വിട്ടു കേട്ടോ. ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആണ്. സിമ്പിൾ റെസിപ്പിയാണ്. മമ്മി ഓൾറെഡി വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടാവും.
അങ്ങനെ എന്താ പറയാ പിള്ളേരും ഹാപ്പിയായി. ഞങ്ങളും ഭയങ്കര ഹാപ്പിയായി. വീട്ടിൽ വന്നപ്പോൾ വീണ്ടും ഒരു ഡെസേർട്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു മമ്മിയോട് ചൂടാക്കി അപ്പോൾ മമ്മി ഭയങ്കര കോണ്ടിനെന്റൽ ഫുഡാ കഴിച്ചതെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞു ശരി കോണ്ടിനെന്റൽ എങ്കിൽ കോണ്ടിനെന്റൽ കഴിച്ചോളൂ എന്ന് പറഞ്ഞു. നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ പരിപാടിക്ക് പോയി കഴിച്ചല്ലോ. പക്ഷെ എനിക്കത് കേട്ടപ്പോൾ കുറച്ചും കൂടെ എന്തെങ്കിലും കഴിച്ചാൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ തോന്നി. പിന്നെ മോശമല്ലേ ഒരു പരിപാടിക്ക് പോയിട്ട് വന്നിട്ട് പിന്നെയും കഴിക്കാന്നുള്ളത്. അപ്പോൾ ദേ മമ്മിക്ക് വേണ്ടി ഡിംപിൾ വീഡിയോ എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മമ്മി അഥവാ മമ്മിക്ക് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഡിംപിളാണ് കൂടുതലും വീഡിയോസ് എടുത്ത് കൊടുക്കുക. ഞാൻ ഫുൾ ടൈം ഞാൻ എൻഗേജ്ഡ് ആയിരിക്കും. പിന്നെയും ഞാൻ ഫ്രീ ആയിട്ട് മമ്മിയുടെ അടുത്തിരിക്കുന്ന സമയത്തായിരിക്കും ഞാൻ വീഡിയോ എടുത്ത് കൊടുക്കുക കേട്ടോ. കൂടുതലും ഭൂരിഭാഗം മമ്മി ഡിംപിൾ തന്നെയാണ് എടുക്കുക. അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ വരുന്ന ഒക്കേഷനിലൊക്കെ ഡിംപിൾ തന്നെയാണ് എടുക്കാറ് കേട്ടോ. അപ്പോൾ നാളെ പോകുന്ന വീഡിയോ പറ്റിയാൽ എടുക്കാം കേട്ടോ. ഞങ്ങൾ നാളെ ഒരു കുട്ടി ട്രിപ്പ് അതായത് 2 കപ്പിൾസ് മാത്രമേ വരുന്നുള്ളൂ. ഡാഡിയും മമ്മിയും വരുന്നില്ല. പിള്ളേരും കൂടെ കൂടി വെളുപ്പിന് ഒരു 5:30ക്കൊക്കെ പോവാന്ന് പറയുന്നുണ്ട്. എത്രത്തോളം നടക്കും എന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഡിംപിൾ ഇത് ടേസ്റ്റ് നോക്കി ഇതിനകത്ത് തന്നെ ഇട്ടിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ എന്താ പറയാ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. കുറേ നാൾ കൂടി എല്ലാവരും കൂടിയതിൻ്റെ ഒരു സന്തോഷം. അല്ലെങ്കിൽ ആൻസൺ വരിക പോവുക അങ്ങനെ ബിസി ഷെഡ്യൂളിലായിരുന്നല്ലോ. അപ്പോൾ അതേ ഇന്ന് വന്ന് നിന്ന് ഒരു ദിവസം ഗ്യാപ്പും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നാളെ കാണാം ഞാൻ ഉറപ്പിച്ച് പറയും. കാരണം ഞാനൊരു വീഡിയോ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളെ കാണാം. ബൈ ആൻഡ് ടേക്ക് കെയർ.